ഇവിടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കുള്ളിൽ ഒരു 6 പേരെ 6 ബംഗ്ലാദേശികളെ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസ് NIA-യുമായിട്ട് ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഇവർ ഈ ഖാലിസ്ഥാനികളുമായിട്ട് ബന്ധപ്പെട്ട് പാക് ISI ബന്ധം ഇവരിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകൾ, അതുപോലെ തന്നെ ഈ ഭീകരവാദികളെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ പ്രചരിപ്പിച്ചിരിക്കുകയാണ്. ഇവന്മാരെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ വെസ്റ്റ് ബംഗാളിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെസ്റ്റ് ബംഗാളിൻ്റെ ഉള്ളിൽ, അതായത് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യക്കുള്ളിലേക്ക് കടന്നു കയറി വന്ന 2 പേരെ പൊക്കിയിട്ടുണ്ട്. അവന്മാരെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഇവന്മാരുടെ കൂട്ടാളികൾ തമിഴ്നാട്ടിൽ തിരുപ്പൂരിൽ പണിയെടുക്കുന്നു എന്നുള്ള വിവരം കിട്ടിയത്. ആ വിവരം കിട്ടിയതിനെ തുടർന്നാണ് നേരെ തമിഴ്നാട്ടിലേക്ക് വെച്ച് ഇപ്പം 6 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുത്തൻ മജ്നൂർ റഹ്മാൻ, മുഹമ്മദ് ഷാബത്ത്, മുഹമ്മദ് ഷാഹിദ്, പിന്നെ ഒരു ഒമർ, പിന്നെ ഒരുത്തൻ മുഹമ്മദ് ഉജ്ജൽ, മുഹമ്മദ് ലിറ്റാൻ. ഇതൊക്കെയാണ് ഇവരുടെ പേര്. പത്രത്തിൽ ഇപ്പം ഇത്രയും പേരുകൾ അടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇപ്പം മൊത്തത്തിലിപ്പം അനധികൃതമായിട്ട് ഇന്ത്യക്കുള്ളിൽ കടന്നു കയറി വന്ന ബംഗ്ലാദേശികളുടെ എണ്ണം ഇന്ത്യക്കുള്ളിൽ 103 പേര് ഇപ്പം നിലവിൽ ഇന്ത്യക്കുള്ളിൽ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ്. ഈ 103 പേരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും ബംഗ്ലാദേശുമായിട്ട് ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അവരുടെ എംബസിയെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. കാരണം അവിടെ UNSന്റെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം അത്ര നല്ല രീതിയിലല്ലായിരുന്നത് കൊണ്ട് നമുക്ക് കാര്യമായിട്ട് ഈ വിഷയത്തിൽ ഒരു നീക്കുപോക്കുകളും നടത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇനിയിപ്പം ഈ താരിഖ് റഹ്മാൻ എന്ത് നിലപാടാണ് എടുക്കുന്നത്, പാകിസ്ഥാനുമായിട്ട് താരിഖ് റഹ്മാൻ എന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത്, ചൈനയെ ഏത് തരത്തിലാണ് നിർത്താൻ പോകുന്നത്, ഇതെല്ലാം പലതരത്തിലുള്ള ഘടകങ്ങളാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ. അപ്പം ശരിക്കും ഇന്ന് രാത്രി ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു യുദ്ധം തുടങ്ങാൻ പോവാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇന്നലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറിൽ, അതായത് ഞാൻ ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഈ തൊഖാം ക്രോസിങ്ങിൻ്റെ അവിടെ അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ ഒരു പള്ളിയിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ആർമി എയർക്രാഫ്റ്റ് എടുത്തുകൊണ്ട് പോയി ബോംബ് ഇട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ്ട് 18ഓളം അഫ്ഗാനിസ്ഥാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 18ഓളം പേര്. ഇതിന് അവർ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഒരു ആക്രമണം നടന്ന് 12ഓളം പാക് മിലിറ്ററി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ്റെ കൊളോണിയൽ ചീഫ് ഓഫീസർ അതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ പോയി പള്ളിയിൽ ബോംബിട്ടിരിക്കുന്നത്. ഒരു മുസ്ലിം മസ്ജിദിലാണ് ബോംബിട്ടത്. അപ്പോൾ ആ പള്ളിയിലുണ്ടായിരുന്ന ആൾക്കാരും അതിൻ്റെ ചുറ്റുപാടിലുണ്ടായിരുന്ന മൊത്തത്തിൽ ഒരു 18 പേര് അവിടെ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇതിന് പ്രതികാരം ചെയ്യുമെന്നാണ് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ ഇന്ന് അറ്റാക്ക് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ റമലാൻ നോമ്പ് തുടങ്ങുന്ന സമയത്ത് സൗദി അറേബ്യ ഇടപെട്ടുകൊണ്ട് അഫ്ഗാനിസ്ഥാന്റെ സൈഡിൽ പിടിച്ചു വെച്ചിരുന്ന പാകിസ്ഥാൻ സോൾജേഴ്സിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് ചർച്ച നടത്തി. എന്തായാലും നമുക്ക് നോമ്പ് കാലമല്ലേ, അപ്പോൾ പുണ്യമാസങ്ങളിൽ എന്തിനും ഇങ്ങനെയൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത്, അപ്പോൾ ഒരു പുണ്യപ്രവൃത്തി ആയിക്കോട്ടെ, നിങ്ങൾ വിട്ടയച്ചേക്കും എന്ന് പറഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാന്റെ സൈഡിൽ അഫ്ഗാനിസ്ഥാന്റെ ഡിഫൻസ് മന്ത്രിയുമായിട്ട് സംസാരിച്ച് ഇവരെ വിട്ടയച്ചു. അപ്പോൾ അങ്ങനെ ഒരു 4 പാകിസ്ഥാനികളെ അഫ്ഗാനിസ്ഥാൻ വിട്ടയക്കുകയാണ് ചെയ്തത്. അത് വിട്ടയച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പം അതായത് എത്രത്തോളം ഞങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചാലും പാകിസ്ഥാൻ അനുവദിക്കില്ല എന്നുള്ള അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ സൗദിയും ഖത്തർ ആരും തന്നെ വരണ്ട എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാന്റെ നിലപാട്. ബലൂചിസ്ഥാനിലെ ഒരു പൊട്ടിത്തെറി സംഭവിച്ചു. ആ പൊട്ടിത്തെറിയും തന്നെ അഫ്ഗാനിസ്ഥാൻ ബോർഡറിലേക്കാണ് ഏറ്റവും കൂടുതൽ ആ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പക്കൽ നിരവധി പാക് സോൾജേഴ്സ് ഉണ്ട്, അവരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 10-15ഓളം പാക് സോൾജേഴ്സിനെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് വാർത്തകൾ പൊതുവെ പുറത്തു വരുന്നത്. ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ആർമി യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കാണേണ്ടത്. പാകിസ്ഥാൻ ആർമി നിരന്തരം ഞങ്ങൾ ഭയങ്കര പുലികളാണ്, ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും, അണുബോംബ് ഞങ്ങൾ പോക്കറ്റിൽ തന്നെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണെന്ന് എപ്പോഴും നിരന്തരം വിളിച്ചു പറയുന്ന സാഹചര്യത്തിൽ ഇപ്പം അഫ്ഗാനിസ്ഥാനെതിരെ ആണവായുധം ഉപയോഗിക്കുമോ? കാരണം ഇന്ത്യയുമായിട്ടൊരു യുദ്ധമുണ്ടായ സമയത്ത് ഇന്ത്യ അവരുടെ കമാൻഡ് സെന്റർ ഉൾപ്പെടെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കൈ കൊടുത്തപ്പോഴത്തേക്കും ട്രംപ് പെട്ടെന്ന് പ്രഖ്യാപനവുമായിട്ട് വന്നിട്ട് ഇപ്പോൾ ട്രംപ് പറയുന്നത് ആണവായുധമാണ് ഞാൻ നിർത്തിയതെന്നാണ് പറയുന്നത്. അത് ട്രംപിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. ഏതെങ്കിലും വീട്ടിൽ വയസ്സായ മുത്തശ്ശന്മാരൊക്കെ വഴക്ക് കൂടി കഴിഞ്ഞാൽ ആ യുദ്ധം വരെ ഞാനാണ് നിർത്തിയത് എന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ ട്രംപിന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതെങ്കിലും മുത്തശ്ശിമാരോ വഴക്ക് കൂടിയാൽ തന്നെ ആ കുടുംബത്തിൽ ഇടപെട്ട് ആ വഴക്കിന് വരെ എൻ്റെ മീഡിയേഷനിലാണ് ആ വഴക്ക് ഞാൻ അവസാനിപ്പിച്ചത് എന്നുള്ള നിലയിൽ ക്ലെയിം എടുക്കുന്ന ആ സിറ്റുവേഷൻ വരെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ 2 ആക്രമണങ്ങളാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ നടത്തിയിരിക്കുന്നത്. അതിൽ ഒന്നിൽ 8 മിലിറ്ററി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു, മറ്റൊന്നിൽ 12 മിലിറ്ററി ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഇനിയെങ്കിലും തിരിച്ചടിക്കണ്ടേ എന്നാണ് പാകിസ്ഥാന്റെ വാദം. ഒബ്വിയസ്ലി നിങ്ങൾ തിരിച്ചടിച്ചേ പറ്റൂ, അല്ലാതെ നിങ്ങൾക്ക് നിർത്തിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ മസ്ജിദിൽ ബോംബിട്ട സ്ഥിതിക്ക് ഇനിയിപ്പം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ ഇനി ട്രംപ് വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ തന്നെ
സൗദി അറേബ്യ ഡിഫൻസ് പാക്ട് സൈൻ ചെയ്തിരിക്കുന്ന സൗദി അറേബ്യ ഇനി ഇതിന്റെ ഇടയ്ക്ക് വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം പാകിസ്ഥാനെ രക്ഷപ്പെടുത്താൻ സൗദി അറേബ്യ വരും എന്നാണല്ലോ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഇനി കണ്ടറിയണം. കഴിഞ്ഞ ആഴ്ച ബലൂചിസ്ഥാന്റെ സൈഡിൽ ഉണ്ടായ ആക്രമണത്തിനെ തുടർന്ന് ബലൂചിസ്ഥാനികൾ ഏതാണ്ട് 6-7ഓളം സിറ്റികൾ അവർ കൈക്കലാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ വിഷമമാണ് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖാജ ആസിഫ് പാകിസ്ഥാന്റെ പാർലമെന്റിൽ വിളിച്ച് പറഞ്ഞത്. അതായത് അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ശരിക്കും നമ്മുടെ ആർമിയുടെ അടുത്ത് പോലും ഇല്ല, അത്തരത്തിൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് ആണ് അവർ ഡീൽ ചെയ്യുന്നത്. ഇതൊക്കെ അവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ അവർ ബ്ലെയിം ചെയ്യുന്നത് ഇന്ത്യ ആണെങ്കിലും ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ശക്തമായ രീതിയിൽ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. നിങ്ങൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് വഴക്ക് കൂടുന്നെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം കാര്യം, അത് ഏത് നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് പാകിസ്ഥാനാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ അത് ഇന്ത്യയെ നോക്കിയിട്ടല്ല പറയേണ്ടത് എന്നാണ് ഈ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്ന പൊട്ടിത്തെറികളും അവിടെ നടക്കുന്ന സെക്ടേറിയൻ കലാപങ്ങളും തമ്മിൽ ഇന്ത്യക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളത് ഇന്ത്യ വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു സൈഡിൽ ബലൂചിസ്ഥാന്റെ ആക്രമണങ്ങൾ, മറ്റൊരു സൈഡിൽ TTP തെഹ്രീക്ക് താലിബാനികളുടെ ആക്രമണം. അപ്പോൾ ഇതിനകത്ത് 2 ആക്രമണങ്ങൾ TTP ആണ് നടത്തിയത് എന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ TTPയെ ബാക്കപ്പ് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം അഫ്ഗാനിസ്ഥാന്റെ മേലിലേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രതികാരം ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ ചെയ്യുമെന്നാണ് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനയ്ക്കുള്ളിൽ 4 പൊട്ടിത്തെറികൾ ഈ ആഴ്ചയിൽ കഴിഞ്ഞ ഒരു 4 ദിവസങ്ങൾക്ക് മുമ്പ് ചൈനയ്ക്കുള്ളിലുള്ള ഒരു റിഫൈനറി, ഒരു എനർജി സ്റ്റേഷൻ ഫുള്ളായിട്ട് കത്തി നശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് യാദർശികമായിട്ട് നടന്നതാണ് എന്നുള്ള നിലയിലാണ് പൊതുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ചൈന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒഫീഷ്യലി ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷേ അതിനെ തുടർന്ന് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് 2-3 ദിവസങ്ങളിലായിട്ട് 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ പൊട്ടിത്തെറി. അപ്പോൾ ഈ 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിച്ചതിനെ ഇപ്പം ലഷ്കർ ഇ തൊയ്ബ എന്ന് പറഞ്ഞ സംഘടന, തീവ്രവാദ സംഘടന ഇതിനെ ക്ലെയിം ഏറ്റെടുത്തിട്ടുണ്ട് ഈ ചൈനയ്ക്കുള്ളിൽ നടന്ന പൊട്ടിത്തെറിക്ക്. പക്ഷേ ഇതിനകത്ത് ചൈനയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു ആക്രമണം നടന്നു, ഇല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറി നടന്നു എന്നുള്ളത് ഒഫീഷ്യലി ചൈന കൺഫേം ചെയ്യാതെ തന്നെ വാങ് യി, ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ വാങ് യി അമേരിക്കയ്ക്കെതിരെ താക്കീത് എന്താണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ, അമേരിക്ക ചൈനയുമായിട്ട് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വരൂ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചൈനയ്ക്കുള്ളിൽ കളി വേണ്ട എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ അത് പാകിസ്ഥാനിലുള്ള തീവ്രവാദ സംഘടനകളെ അമേരിക്ക ഇൻഫ്ലുവൻസ് ചെയ്ത് അവരിലൂടെ ചൈനയ്ക്കുള്ളിൽ ഈ പൊട്ടിത്തെറി നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു അസംഷനാണ് ഇവിടെ മൊത്തത്തിൽ ചൈന പുറത്തു പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ അമേരിക്ക ഇതിനെതിരെ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. പക്ഷേ നിലവിൽ ഇങ്ങനെ ഒരു 4 സ്ഥലങ്ങളിൽ ചൈനയ്ക്കുള്ളിൽ പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ പിന്നീട് വരുമായിരിക്കും. കാരണം ചൈന കുറച്ച് സൈലന്റ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. കാരണം വരുന്ന ഏപ്രിൽ മാസം വരെ അവർ കുറച്ച് സൈലന്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ട്രംപ് ആണെങ്കിൽ അമേരിക്കയുടെ ഉള്ളിൽ ബേസ് ലൈൻ താരിഫ്, അമേരിക്കയിൽ താരിഫ് എന്ന് പറഞ്ഞാൽ ഇനി 15%, 15% കുറഞ്ഞ് ഇനി ഒരു താരിഫ് ഇല്ല എന്ന് പറഞ്ഞിട്ട് 15% താരിഫ് ആക്കിയിരിക്കുകയാണ്. ഇനി ബേസ് ലൈൻ താരിഫ് തന്നെ 15%. അതായത് ഇപ്പൊ ട്രംപ് പറഞ്ഞിരിക്കുന്നത് കോടതിക്ക് വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ജഡ്ജിന്റെ അടുത്ത് ട്രംപിന് പറയാനുള്ളത് ഇങ്ങനെ രാജ്യത്തിന്റെ ഉള്ളിൽ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ഒരിക്കലും പുറത്തുവിടരുത്, അത് ഏത് ജഡ്ജായാലും ശരി തന്നെ, ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ താരിഫിലൂടെ എത്ര പൈസയാണ് ഇവിടെ കളക്ട് ചെയ്തിരിക്കുന്നത്, ആ താരിഫിന്റെ അത്രത്തോളം എമൗണ്ട്, ഈക്വലൈസ് ചെയ്യുന്ന എമൗണ്ട് ജഡ്ജിന് തരാൻ കഴിയുമോ? അങ്ങനെ നിങ്ങൾക്ക് തരാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ ഫണ്ട് തരൂ, ഞാൻ താരിഫ് ഇല്ലാന്ന് വെച്ചേക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ട്രംപിന് മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല, ഈ താരിഫ്, ടാക്സ് എന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്നും ഈടാക്കുന്ന പൈസയാണ്. അപ്പൊ അത് ശരിക്കും പാവങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നെങ്കിൽ അത് പൂ പറിക്കുന്ന പോലെയുള്ള ലാഭത്തിൽ അത് മേടിച്ചെടുക്കേണ്ടതാണ് ഈ താരിഫ് എന്ന് പറയുന്നത്. അത് ജനങ്ങൾ പേ ചെയ്യുന്നത് അവർ തന്നെ അറിയാൻ പാടില്ല. അത്തരത്തിൽ നൈസായിട്ട് ഇത് വാങ്ങിച്ചെടുക്കേണ്ട പരിപാടിയാണ് ഈ താരിഫ്, ടാക്സ് എന്നൊക്കെ പറയുന്നത്. വലിയ വലിയ മുതലാളിമാർക്ക്, വലിയ വലിയ ബിസിനസ്മാൻ, അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ശരി, ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഭീമമായ തുകയാണെങ്കിലും അവർക്ക് അടയ്ക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ട്രംപ് ഭീമമായ തുക ടാക്സ് ആയിട്ട് ഇങ്ങനെ ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്നത്, അമേരിക്കൻ ജനങ്ങളെ പിഴിഞ്ഞിട്ടാണ് ഈ പൈസ ഖജനാവിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് ട്രംപ് അംഗീകരിക്കാൻ തയ്യാറല്ല. ആ പെർസ്പെക്റ്റീവിലാണ് കോടതി ഇതിനെ നോക്കിക്കാണുന്നത്. പക്ഷേ ട്രംപിന്റെ പെർസ്പെക്റ്റീവ്, ഞാൻ ഖജനാവിന് പൈസ ഉണ്ടാക്കി എന്നുള്ള ആ ഒരു ബിസിനസ്മാൻ്റെ ഒരു താല്പര്യം എന്താണോ, ആ ലാംഗ്വേജ് എന്താണോ, അതാണ് ട്രംപിന്റെ സൈഡിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ കൂടുതൽ ബിസിനസ് താല്പര്യമുള്ള ആൾക്കാർ, കുറച്ച് പൈസയുള്ള ആൾക്കാരൊക്കെ ട്രംപിന്റെ ഈ ആശയത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പരിധിവരെ മെജോറിറ്റി ആൾക്കാർ ട്രംപിന്റെ ഈ ഒരു ആശയത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് മനസ്സിലാക്കിയത്. UK എന്തുകൊണ്ടാണ് ഡിയേഗോ ഗാർസിയ എന്ന് പറഞ്ഞ ഐലൻഡിൽ നിന്നും യുദ്ധം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കൃത്യമായിട്ടുള്ള തെളിവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. UK നടത്തിയ സർവേയിൽ 58%, ഏതാണ്ട് 60% UK ജനങ്ങൾ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിൽ UK സപ്പോർട്ട് ചെയ്യരുത് എന്നാണ് 60% ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്നത്. യുകെയിൽ അറിയാലോ, ഒരു ഇസ്ലാമിക് ഡോമിനേഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പല മേയേഴ്സും, അവിടെയുള്ള മെജോറിറ്റി നഗരങ്ങളിലെല്ലാം ഉള്ള മേയേഴ്സ് എല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർ തന്നെയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ട്രംപ് ഓൾറെഡി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. UK വിസിറ്റ് ചെയ്ത സമയത്ത് തന്നെ UK വൈകാതെ തന്നെ
ഒരു പാകിസ്ഥാനായിട്ട് മാറും എന്നുള്ളതാണ് ട്രംപിന്റെ പരാമർശം. ആ പരാമർശം നിലനിൽക്കുന്നുണ്ട്. ഇത് യു കെയിലെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലിട്ടിട്ടുണ്ട്. ആ യു കെയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഇതേ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ അവര് കൃത്യമായിട്ട് ട്രംപിനോട് ചേർന്ന് പോകണ്ട എന്നുള്ള നിലപാടാണ്. ഇറാനെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കരുത് എന്ന തീരുമാനത്തിനാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൈക്ക് ഹക്കബെ, പുള്ളിക്കാരൻ അമേരിക്കയുടെ ഇസ്രായേൽ അംബാസഡറാണ്. പുള്ളിക്കാരൻ ഇസ്രായേലിൽ ശരിക്കും നമ്മളുടെ USNY പോലെ ഇസ്രായേലിന്റെ USNY ആണ്. നമുക്ക് ഇവിടെ സെർജിയോ ഗോർ ഉണ്ടല്ലോ, അതേപോലെ മൈക്ക് ഹെഗ്ബെ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ USNY ആണ്. പുള്ളിക്കാരനാണെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രം, ഹിസ്റ്ററി ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് മിഡിൽ ഈസ്റ്റിൽ പല രാജ്യങ്ങൾക്കും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഇസ്രായേലിന് എൻറ്റയർ മിഡിൽ ഈസ്റ്റ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അവരാണ് ആദിമ ആൾക്കാർ എന്നുള്ള നിലയിൽ. അതായത് അവർ ചരിത്രപരമായിട്ട് ജൂവിഷ് ആണല്ലോ, ഈ ഫസ്റ്റ് ജൂവിഷ് ആണല്ലോ ഈ ആദ്യത്തെ സെമറ്റിക് റിലിജിയൻ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഈ സെമറ്റിക് റിലിജിയന് വേറെയും പശ്ചാത്തലങ്ങളുണ്ട്, അതൊന്നും ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം അവിടെ ഈ ജൂവിഷ് ആണ് ആദ്യം എന്നുള്ള നിലയിലുള്ള ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് എൻറ്റയർ മിഡിൽ ഈസ്റ്റിനെ അപമാനിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ചില സാഹചര്യങ്ങളിൽ ചില ആൾക്കാർ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കും. അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്കിതിനെ കരുതാൻ കഴിയുന്നത്. പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ആദ്യം വന്നയാൾ രണ്ടാമത് വന്നയാളെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ആർക്കാണോ പവർ ഉള്ളത്, ആർക്കാണോ ഡോമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്, ആർക്കാണോ നല്ല മിലിറ്ററി പവർ ഉള്ളത്, ആർക്കാണോ പണമുള്ളത്, സ്വാധീനമുള്ളത്, അവർക്കെല്ലാം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാധാന്യമുണ്ട്, വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണ്. അവർ പല സംഗതികളും നടപ്പിലാക്കാൻ ശ്രമിക്കും, അവർ പലതും പിടിച്ചെടുക്കാൻ ശ്രമിക്കും. ഇപ്പോൾ അമേരിക്ക വെനിസ്വേലയെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നില്ലേ? അമേരിക്ക ഇറാന്റെ മേളിൽ വരുന്നില്ലേ? അമേരിക്കയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ യൂറോപ്പ് പെടാപ്പാടുപെടുന്നില്ലേ? ഒരു കാലഘട്ടത്തിൽ യൂറോപ്പ് ഇവിടെ അമേരിക്കയെ തന്നെ ഭരിച്ചിരുന്നത് യൂറോപ്പാണ് ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ടൈം ലൈൻ അനുസരിച്ച് ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള ഡോമിനേഷൻ ഉണ്ടാവും. എല്ലാ കാലത്തും ഇപ്പം പണ്ട് എത്രയോ ഡൈനാസ്റ്റികൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡൈനാസ്റ്റിയും ഇപ്പം നിലനിൽക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷെ ചില ഡൈനാസ്റ്റികളുടെ പേരിൽ ഫേക്ക് ആയിട്ട് ചില ആൾക്കാർ അതിൻ്റെ പിന്തുടർച്ച അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉസ്മാനിയൻ ഡൈനാസ്റ്റിയാണ്, ഞങ്ങൾ ഒട്ടോമൻ എംപറർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ നടപ്പുണ്ട്. അങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എല്ലാ കാലത്തും അങ്ങനെ എല്ലാ ഡൈനാസ്റ്റിക്കും അങ്ങനെ നിലനിന്ന് പോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത്തരത്തിൽ USNY ആയിട്ടൊക്കെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇസ്രായേലിന് ദോഷം ചെയ്യും എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.